ഇപ്പം നാട്ടിലല്ലല്ലോ, കാനഡയിൽ തിരിച്ചെത്തിയില്ലേ, പിന്നെ എന്തിനാണ് ഈ പണ്ടത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇപ്പം പോസ്റ്റ് ചെയ്യുന്നത് എന്ന് എന്നോട് ചോദിക്കരുത്. കാരണം ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു പരിപാടിയാണ്, ഞാൻ വീഡിയോസ് എല്ലാം എടുക്കും, പക്ഷേ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു മടി കാരണമോ എന്താണെന്ന് എനിക്കറിയില്ല, അതെല്ലാം കൂടി പെട്ടിയിൽ പൂട്ടി വയ്ക്കും. അങ്ങനെ കുറേ വീഡിയോസ് ഉണ്ട് എൻ്റെ കയ്യിൽ. കണ്ടൻറ് ഇല്ലാത്ത കാരണമല്ല കേട്ടോ ഞാൻ ഇടാത്തത്, എൻ്റെ മടി കാരണമാണ്. ദയവ് ചെയ്ത് ക്ഷമിക്കണം. എൻ്റെ എന്നെ അറിയുന്ന, എന്നെ സ്നേഹിക്കുന്ന കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട്, ഞങ്ങൾക്കൊക്കെ സോണിയുടെ വീഡിയോ ഇഷ്ടമാണ്, ഇടയ്ക്കിടയ്ക്ക് ഇട്ടുകൂടെ, ഞങ്ങളൊക്കെ കാണാൻ റെഡിയാണ് എന്ന്. അത് കേട്ടപ്പോഴാണ് ഞാൻ ഓക്കെ, ആക്ച്വലി എനിക്കിടണം, എനിക്കിഷ്ടമുള്ള കാര്യമാണ്, പക്ഷേ ഞാനിങ്ങനെ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൽ തന്നെ ഞാൻ അങ്ങ് തുടങ്ങട്ടെ എന്ന്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ അൺഎക്സ്പെക്റ്റഡ്ലി ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ഈ കാണിക്കുന്നത്. ഞങ്ങൾ തലശ്ശേരി പോയിട്ട് തിരിച്ച് കൂത്തുപറമ്പിലേക്ക് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഘോഷയാത്ര പോലെ ഇങ്ങനെ കാണാനിടയായി. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, കാരണം ഇങ്ങനെയൊന്നും ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. ഇത് അവിടുത്തെ ഏതൊരു അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ഇടയിലുള്ള ഘോഷയാത്ര. അപ്പം ഈ ഒരു രൂപം എന്താണെന്ന് എനിക്കറിയില്ല, ഇനി തെയ്യം പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്, പക്ഷേ പ്രോപ്പർ തെയ്യാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ തെയ്യാണെങ്കിലും തെയ്യത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഇതുവരെ കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല, ചാൻസ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ ആ സമയത്ത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം ഞാൻ കാനഡയിലുള്ളപ്പോഴാണെങ്കിലും ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടിൽ തന്നെ, കണ്ണൂരുകാരിയാണെന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ തെയ്യത്തിൻ്റെ നാടല്ലേ, തെയ്യമൊക്കെ കണ്ടിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേ ഞാൻ സത്യം പറഞ്ഞാൽ ഇല്ല എന്ന് പറയുമ്പോഴൊരു ചമ്മലോടെ കൂടെയാണ് പറയേണ്ടി വരാറ്. കാരണം സത്യം പറഞ്ഞാൽ ഞാൻ തെയ്യം കാണാൻ പറ്റിയിട്ടില്ല. ഇനി എന്തായാലും ഇനി പോയിട്ടാകുമ്പോൾ ഉള്ള സമയത്ത് പോയി കാണണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് അത്രയും നല്ലൊരു ആർട്ട് ഫോമാണ് എന്ന് അറിയാൻ സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി കാണണം, അതിനുള്ള വിശേഷങ്ങളൊക്കെ എനിക്ക് പങ്കുവയ്ക്കണം. ഈ കുട്ടിക്കും ഇത് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യം കണ്ട് അവർ പേടിച്ചെങ്കിലും ആ രൂപമൊക്കെ കണ്ടിട്ട് അയ്യോ ഏതാണ് എന്ന് അടുത്ത് പോലും പോകുന്നുണ്ടായിരുന്നില്ല. പിന്നെ നല്ല ഫ്രണ്ട്ലി രൂപമായത് കാരണം തന്നെ ഞങ്ങൾ പോയി ഫോട്ടോ ഒക്കെ എടുത്തു, വീഡിയോ എടുത്തു. അവർ ഭയങ്കര നല്ല കോപ്പറേറ്റീവായിട്ട്, അതും അവിടെയുള്ള വേറെയും വേഷങ്ങൾ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ കംഫർട്ടബിൾ ആക്കുമായിരുന്നു. ആക്ച്വലി എനിക്ക് ഭയങ്കര സന്തോഷമായി, എനിക്കൊരു കണ്ടൻറ്റ് കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഞാനീ പറഞ്ഞില്ലേ, ഞാൻ വീഡിയോ എടുക്കും, കണ്ടൻറ്റ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെ വീഡിയോ എടുക്കും, പക്ഷേ ഞാൻ പോസ്റ്റ് ചെയ്യാറില്ല, അതാണ് സംഭവം. അപ്പോൾ ഞങ്ങൾ വളരെ അടിപൊളിയായിട്ട് ചെയ്തു. ഞങ്ങളും കൂടെ ഡാൻസ് ചെയ്യാൻ പറ്റി, കുറച്ചൊക്കെ ഡാൻസ് ചെയ്തു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അധികമൊന്നും. പിന്നെ അവിടുത്തെ പാട്ടും ബഹളവും പിന്നെ രാക്ഷസന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. ആ രാക്ഷസന്മാരുടെ അടുത്ത് എൻ്റെ 2 പേരും പോകുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ കൊണ്ടുപോയി ഇതാണ് വേഷമാണ് എന്നൊക്കെ പറഞ്ഞു. ക്രിസ് അതിൻ്റെ ഇടയിലെ കൂടി ഇയാളുടെ കണ്ണ് എവിടെയാണുള്ളത്, രാക്ഷസൻ്റെ കണ്ണ് എവിടെയാണ്, എങ്ങനെയാണ് ശ്വാസം വലിക്കുന്നത് എന്നൊക്കെ നോക്കലായിരുന്നു അവൻ്റെ പരിപാടി. അവൻ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. പൊതുവേ അങ്ങനെയൊക്കെ ഒബ്സർവ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.